എല്ലാ മനുഷ്യർക്കും മനസ്സിൻ്റെ ശക്തി കുറയുക എന്നത് ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, എല്ലാവർക്കും തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പം ആ ഒരു മനസ്സിൻ്റെ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ മാനസിക ആരോഗ്യം നേടാനും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ചില ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ മാനസികാരോഗ്യം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകവുമാണ്. അപ്പോൾ കേട്ടു നോക്കാം. ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന പോസിറ്റീവായിട്ടുള്ള മനസ്സ് നമുക്ക് തരും, മെൻ്റൽ ഹെൽത്ത് കൂട്ടും. അപ്പം ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവരവരുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റെങ്കിലും ആദ്യം നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ആകും. അങ്ങനെ നമ്മുടെ മനഃശക്തി കൂട്ടാനായിട്ട് പറ്റും, മനസ്സിനെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നൊരു കാര്യമാണ്, നമുക്ക് ആരോഗ്യമുള്ള ശരീരം വേണമെന്നുള്ളത്. എന്നാൽ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. അപ്പോൾ മനസ്സിൻ്റെ ശക്തി കൂട്ടാനായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക, എക്സസൈസ്, പ്രാർത്ഥന, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ആരോഗ്യമുള്ള ശരീരത്തിന് ഉപരി ആരോഗ്യമുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ കാലത്ത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനഃശക്തിയാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ടെൻഷൻ അടിക്കുന്ന സ്വഭാവമാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും. അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പരമാവധി അത് നിർത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ടൊന്നും പറ്റത്തില്ല, പക്ഷേ നമ്മൾ കഴിയുന്നതും ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. അത്രയും ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിനൊരു ശക്തിയും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയൊക്കെ കിട്ടും. മനഃശക്തി കൂട്ടാനുള്ള അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്, അത് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ. അതുകൊണ്ട് നമ്മൾ ആ ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമ്പം അതിനെ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ വഴിതിരിച്ചു വിടാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. അല്ലാതെ മറ്റാരും നമ്മുടെ മനസ്സിലേക്ക് കയറി അതിന് ശ്രമിക്കത്തില്ല, നമ്മൾ തന്നെ അതിന് ശ്രമിക്കണം. എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടും. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം കൂടുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ എൻഗേജ്ഡ് ആയാൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് ചിന്തകളെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം പോസിറ്റീവ് ചിന്തകളായിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ കൂടുതൽ വരുന്നത്. അങ്ങനെ നമുക്ക് മെൻ്റൽ ഹെൽത്ത് കൂട്ടാനായിട്ട് പറ്റും. അതിപ്പം കുക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഗാർഡനിങ് ആവാം, അല്ലെങ്കിൽ വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ തയ്യലൊക്കെ അറിയാവുന്നവർക്ക് തയ്ക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എൻഗേജ്ഡ് ആകാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ തിരിച്ചു വിടാം. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലൻസ് ശീലിക്കുക, ശാന്തത, അങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിക്കുക. വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ഒച്ച വെച്ച് ദേഷ്യപ്പെട്ട് ഇതെല്ലാം നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരോട് നമ്മൾ സൈലൻ്റ് ആയിട്ട് പെരുമാറുക, ശാന്തരാകുക. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടും. അതുകൊണ്ട് സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കുക. സൈലൻസ് നമുക്ക് ഒരു പരിധിവരെ മെൻ്റൽ ഹെൽത്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡൗൺ ആക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി നോവിക്കാന്ന് പറയില്ലേ, ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് ചോദിച്ച് നമ്മുടെ മനസ്സിനെ വളരെ ഡൗൺ ആക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ മൗനം പാലിക്കുക. അപ്പോൾ അവർ താനെ ഒഴിഞ്ഞോളും. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതല്ലാതെ ഈ ചോദിക്കുന്നവരോട് ഇങ്ങനെ നമ്മൾ തർക്കിക്കാനോ വഴക്കിനോ ഒന്നും പോകണ്ട. അപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ടൊരു ശക്തിയൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക തന്നെ വേണം. ഇനി എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണക്രമം നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും. അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, പക്ഷേ ആ രീതിയിലല്ല ഇത്. ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോമ്പുകളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കാൻ അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതിപ്പം ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും ഒക്കെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പം നോമ്പുകളൊക്കെ ഒരുപാട് ഉണ്ട്. ഇപ്പം 50 നോമ്പായാലും 25 നോമ്പായാലും ക്രിസ്ത്യൻസിന്, അതുപോലെ തന്നെ ഹിന്ദുസിനായാലും ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ കുറേ ദിവസത്തെ നോമ്പുകൾ അവർക്കും ഉണ്ട്, വ്രതം കാര്യങ്ങളൊക്കെ. പിന്നെ മുസ്ലിംസിനായാലും ഒരുപാട് നോമ്പുകളൊക്കെ അവരും നോക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും മാനസിക ആരോഗ്യവും കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ നോമ്പും കാര്യങ്ങളുമൊക്കെ നമ്മൾ എന്നും ഒരേ രീതിയിൽ ഭക്ഷണം കഴിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കുന്നതിന് ഇടയ്ക്കൊരു വ്യത്യാസമൊക്കെ വരുത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നല്ല ഭക്ഷണക്രമം നല്ല മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത്.
ഇനി 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ ക്ലീൻ ആക്കി വെക്കുക. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക നമ്മുടെ മനസ്സ്. അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ പഴയ കാലത്ത് ചെറുപ്പത്തിലോ ഒക്കെ നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങളും സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ മറക്കുക, പൊറുക്കുക, ക്ഷമിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടും. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ നല്ല ക്ലീൻ ആക്കി വെക്കുക എന്ന് പറയുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് മറക്കാനും പൊറുക്കാനും ഒക്കെയുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും വൈരാഗ്യവും വാശിയും ഒന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സങ്കടകരമായ അനുഭവങ്ങളൊക്കെ നമുക്കൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതെല്ലാം മറക്കണം. മറവി മനുഷ്യന് തന്നിരിക്കുന്നത് അതിനാണ്. അതുകൊണ്ട് മറന്ന് എല്ലാം നമ്മുടെ മനസ്സ് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയും. അല്ലാതെ നമ്മൾ ഈ വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഇതായിരിക്കും ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് മനസ്സിനെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. അതിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ മനസ്സിൽ കളങ്കമില്ല. വാശിയും വൈരാഗ്യവും ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ അവർക്കറിയത്തില്ല. അതുകൊണ്ട് അവരെപ്പോഴും ഹാപ്പിയാണ്. അതുകൊണ്ട് ആ രീതി നമുക്കും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി 10ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ബന്ധങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പ് അത് നിലനിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിവുള്ള നമ്മുടെ നല്ല ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുക. അതല്ലാതെ നമ്മൾക്ക് ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിനെ വീണ്ടും നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ താഴ്ത്തി നമ്മളെ സങ്കടം വർദ്ധിപ്പിച്ച് നമ്മളെ ഡൗൺ ആക്കുന്ന ആ ഒരു ബന്ധങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുക. നമുക്ക് മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കും. ഇനി 11ാമത്തെ പോയിന്റ്, നമ്മൾ അകാരണമായിട്ടുള്ള പേടി, ടെൻഷൻ ഇവയൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെ അകാരണമായിട്ടുള്ള പേടിയും ടെൻഷനും ഒക്കെ വന്നാൽ തന്നെ നമ്മുടെ ജീവിതം താറുമാറാകും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അകാരണമായിട്ടുള്ള പേടിയും ടെൻഷനും ഒക്കെ നമ്മൾ കഴിയുന്നതും കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ കൈപ്പിടിയിൽ അല്ലെങ്കിൽ നമ്മുടെ വരുതിക്ക് വരാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചിട്ടോ പേടിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അത് താനേ അതിൻ്റെ വഴിക്ക് പോയിക്കോളും. നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. അതുകൊണ്ട് അകാരണമായ പേടിയും ടെൻഷനും നമ്മുടെ മാനസികാരോഗ്യം കുറയ്ക്കത്തേ ഉള്ളൂ, കൂട്ടത്തില്ല. അതുകൊണ്ട് അത് കുറച്ചാൽ നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിക്കും. ഒരുപാട് മനുഷ്യരെ നശിപ്പിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു പേടി, അതുപോലെ തന്നെ ടെൻഷൻ, ഇതെല്ലാം. അതുകൊണ്ട് അത് പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുമേ. ഇനി 12ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാനസികാരോഗ്യം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പിടിവാശി കാണിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരിക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്തും കയറി ഒരുപാട് അങ്ങനെ ചിരിക്കുക. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ സമാധാനത്തോടുകൂടി ആലോചിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ ആവുമ്പം നമ്മുടെ മനസ്സ് നമ്മുടെ കൈപ്പിടിയിൽ ഒരു പരിധി വരെ നിൽക്കും. അപ്പോൾ തന്നെ നമ്മുടെ മാനസിക സ്ട്രെങ്ത് നമുക്ക് കൂടും. അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും പൊട്ടിത്തെറിച്ച് അകാരണമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലാകും. അതുകൊണ്ട് എല്ലാം വളരെ ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി ആലോചിച്ച് ചെയ്യുക. ഇനി 13ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല ശീലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിരാവിലെ ഉണരുക, പ്രാർത്ഥന, എക്സസൈസ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ നല്ല ഹൈജീനിക് ആയിട്ട് നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശീലിച്ചാൽ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിക്കും. അപ്പം നല്ല ആരോഗ്യപരമായ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇനി 14ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ ഇതെല്ലാം തുറന്നടിച്ച് പറയുന്ന സ്വഭാവം ചിലർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അത് നിർത്തുക. അത് നമുക്ക് പിന്നീട് ഗുണത്തിലേറെ ദോഷം ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.